ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാം സേഫായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കക്കാത്തോട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബോട്ടിൽ, കക്കാത്തോട്, ടിഷ്യൂ പേപ്പർ, വൈറ്റ് സിമെൻറ്റ്, ക്ലേ, ഗ്ലൂ, അക്രിലിക് ആൻഡ് മെറ്റാലിക് കളർ, വാർണിഷ് മുതലായവയാണ്. ആദ്യം ബോട്ടിലിൽ ഗ്ലൂവും വെള്ളവും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തെടുത്തത് ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുന്നു. ഇതിന് മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നു. ടിഷ്യൂ പേപ്പർ ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിലേക്ക് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യും. വൈറ്റ് സിമെൻറ്റ്, വൈറ്റ് ഗ്ലൂ, വാട്ടർ എന്നിവ 2:1:1 എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. ഈ വൈറ്റ് സിമെൻറ്റ് ബോട്ടിലിൽ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ടിഷ്യൂ പേപ്പർ നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. ഈ കക്കയുടെ തോട് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ബോട്ടിലേക്ക് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ബോട്ടിലെ വൈറ്റ് സിമെൻ്റ് ഒക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ ഫെവിബോണ്ട് ഉപയോഗിച്ചാണ് ഇതൊക്കെ ഒട്ടിക്കുന്നത്. ഈ ഫെവികോളോ മറ്റോ ഉപയോഗിച്ച് ഇത് ഒട്ടിക്കുന്നത് വളരെ പ്രയാസമായിരിക്കും. ഈ ഫ്ലവറിൻ്റെ സെൻട്രൽ പോർഷനിൽ ക്ലേ ഒരു ബാൾ രൂപത്തിലാക്കി ഒട്ടിച്ചു കൊടുക്കുന്നു. ഈ ക്ലേ ഒട്ടിച്ചതിന് ശേഷം അതിന് ചുറ്റും ഈ കക്കാത്തോട് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കക്കാത്തോട് രണ്ടായി അടർത്തിയെടുക്കാതെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഇത് വെച്ച് നമുക്കൊരു ബട്ടർഫ്ലൈയുടെ രൂപം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ബട്ടർഫ്ലൈയുടെ ബോഡി പോർഷൻ ക്ലേ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. ഞാൻ ഈ ഫ്ലവറിൻ്റെ സെൻട്രൽ വെച്ചിരിക്കുന്ന ക്ലേയിൽ ചെറുതായി കുത്തുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ്. നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റെമ്മായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നു. ഇലക്ട്രിക് വയറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിരിക്കുന്ന ചെമ്പ് കമ്പിയാണ് ബട്ടർഫ്ലൈയുടെ കൊമ്പ് പോലെ ഇരിക്കുന്ന പോർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫെവിബോണ്ട് ഉപയോഗിച്ച് തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കണം. എല്ലാ പോർഷനും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നത്.
ബ്ലാക്ക് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയുടെ പ്രതലത്തിൽ മാത്രം സിൽവർ കളർ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഡ്രൈ ബ്രഷ് രീതിയിൽ അടിച്ചു കൊടുക്കുകയാണ്. ഈ ഫ്ലവറിൻ്റെ സെൻട്രൽ പോർഷനിലെല്ലാം ഗോൾഡൻ മെറ്റാലിക് അടിച്ചു കൊടുക്കുകയാണ്. അതേപോലെ ഈ ബട്ടർഫ്ലൈയുടെ ബോഡി പോർഷനിലും ഗോൾഡ് അടിച്ചു കൊടുക്കും. ഫ്ലവറിൻ്റെ പാറ്റേണിനെല്ലാം പേൾ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഈ ബട്ടർഫ്ലൈയുടെ ചിറകിന് കോപ്പർ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഫ്ലവറിൻ്റെ സ്റ്റെമ്മിന് മെറ്റാലിക് ഗ്രീൻ അടിച്ചു കൊടുക്കുന്നു. പെയിൻ്റെല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഒരു കൂട്ട് വാർണിഷും കൂടെ അടിച്ചു കൊടുത്താൽ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായി. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇടുന്ന നമ്മളുടെ വീഡിയോകളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും നമ്മളുടെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.